ഹായ് ഫ്രണ്ട്സ്, കേരള അക്കൗണ്ട് കോഡ് വോളിയം ഫസ്റ്റിൻ്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ആർട്ടിക്കിൾ 16 ബേസ് ചെയ്താണ് തുടങ്ങുന്നത്. ആർട്ടിക്കിൾ 16 പറയുന്നത് അക്കൗണ്ട്സ് ബിറ്റ്വീൻ ഡിഫറൻറ്റ് അക്കൗണ്ട് സർക്കിൾസ്. അപ്പോൾ എല്ലാവരും അക്കൗണ്ട് കോഡ് വോളിയം ഫസ്റ്റിൻ്റെ പുസ്തകം എടുക്കുക, എന്നിട്ട് ആർട്ടിക്കിൾ നമ്പർ 16 എടുക്കണം. ഇതിൽ ആർട്ടിക്കിൾ നമ്പർ 16 എക്സ്ചേഞ്ച് അക്കൗണ്ട്സും സെറ്റിൽമെന്റ് അക്കൗണ്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. എക്സ്ചേഞ്ച് അക്കൗണ്ട്സ് ആൻഡ് സെറ്റിൽമെന്റ് അക്കൗണ്ട്സ്. ആ 16 2 എന്ന് പറയുന്ന പാരഗ്രാഫിൽ നിന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 4ാമത്തെ ലൈനിൽ കാണും. ആർട്ടിക്കിൾ 16 2 എന്ന് പറയുന്ന പാരഗ്രാഫിലെ 4ാമത്തെ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. Transactions in one account circle which are adjustable in the accounts of another circle are passed on month by month to the later for adjustment is known as dash. That's very good. Transactions in one account circle which are adjustable in the accounts of another circle are passed on month by month to the later for adjustments is called എക്സ്ചേഞ്ച് അക്കൗണ്ട്. എക്സ്ചേഞ്ച് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് സെറ്റിൽമെന്റ് അക്കൗണ്ടിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ നമ്പർ 16 സെറ്റിൽമെന്റ് അക്കൗണ്ടിനെ കുറിച്ച് പറയുന്നത്. എക്സ്ചേഞ്ച് അക്കൗണ്ട് ഉണ്ട്, സെറ്റിൽമെന്റ് അക്കൗണ്ട് ഉണ്ട്. അതിൽ എക്സ്ചേഞ്ച് അക്കൗണ്ടിനെ കുറിച്ച് ആർട്ടിക്കിൾ നമ്പർ 16 2 പറയുന്നുണ്ട്. സെറ്റിൽമെന്റ് അക്കൗണ്ടിനെ കുറിച്ച് ആർട്ടിക്കിൾ നമ്പർ 16 4 പറയുന്നുണ്ട്. അപ്പോൾ ഈ സെറ്റിൽമെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പണമിടപാടുകൾ അന്തിമമായിട്ട് മറ്റു സ്റ്റേറ്റിന്റെ കണക്കിലേക്കാണ് പോകേണ്ടതെങ്കിൽ അത് ആ സംസ്ഥാനത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള AGയുടെ കണക്കിലേക്ക് മാറ്റുന്നത് സെറ്റിൽമെന്റ് അക്കൗണ്ട് മുഖേന ആയിരിക്കും. അതായത് പണമിടപാടുകൾ അവസാനമായിട്ട് മറ്റൊരു സ്റ്റേറ്റിന്റെ കണക്കിലേക്കാണ് പോകേണ്ടതെങ്കിൽ അത് ആ സംസ്ഥാനത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള AGയുടെ കണക്കിലേക്ക് മാറ്റുന്നത് സെറ്റിൽമെന്റ് അക്കൗണ്ടിലൂടെ ആയിരിക്കും, അക്കൗണ്ട് ഹെഡിലൂടെ ആയിരിക്കും. ആർട്ടിക്കിൾ നമ്പർ 16 4 ഫസ്റ്റ് സെന്റൻസ് വന്ന ചോദ്യം ഇതാണ്. 16 4 ഫസ്റ്റ് സെന്റൻസ്. ട്രാൻസാക്ഷൻസ് ഇനിഷ്യലി ടേക്കൺ അഗെയിൻസ്റ്റ് ദി ബാലൻസ് ഓഫ് എ സ്റ്റേറ്റ് വിച്ച് ആർ ഇവൻച്വലി അഡ്ജസ്റ്റബിൾ അഗെയിൻസ്റ്റ് ദി ബാലൻസ് ഓഫ് അനദർ സ്റ്റേറ്റ് ആർ പാസ്ഡ് ഓൺ ടു ദി അക്കൗണ്ടന്റ് ജനറൽ ഓഫ് ദി ലേറ്റർ സ്റ്റേറ്റ് ത്രൂ ഡാഷ് ദ സെറ്റിൽമെന്റ് അക്കൗണ്ട്. വെരി ഗുഡ്. ട്രാൻസാക്ഷൻസ് initially taken against the balance of a state which are eventually adjustable against the balance of another state are passed on to the AG of the later state through dash the settlement account. ആർട്ടിക്കിൾ നമ്പർ 16 4 ഫസ്റ്റ് സെന്റൻസിലാണ് ഇത് കാണിക്കുന്നത്. അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടുകളെ കുറിച്ച് ആർട്ടിക്കിൾ നമ്പർ 16 5 പറയുന്നുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആർട്ടിക്കിൾ നമ്പർ 16 within bracket 5. അടുത്ത ഒരു ചോദ്യം ഇങ്ങനെ വന്നിട്ടുണ്ട്. The term used in a general sense include the different classes of accounts are as well as the accounts with the government of other countries is known as dash the account current account. Answer the current account അല്ലെങ്കിൽ the account current എന്നും പറയും. The term used in a general sense include the different classes of accounts as well as the accounts with the government of other countries is known as the account current. ഇത് ആർട്ടിക്കിൾ നമ്പർ 16 6 കാണും. 6 7 6 7 എന്ന് പറയുന്ന പാരഗ്രാഫുകളിൽ ഇത് കാണും. 16 6 7 16 നോട്ടിന്റെ ഫസ്റ്റ് ലൈനിലാണ് ഇത് കാണുന്നത്. 16 7 നോട്ടിന്റെ ഫസ്റ്റ് ലൈനിൽ കാണുന്നത്. ദി ടേം യൂസ്ഡ് ഇൻ എ ജനറൽ സെൻസ് ഇൻക്ലൂഡ് ദി ഡിഫറൻസ് ക്ലാസസ് ഓഫ് അക്കൗണ്ട്സ് ആസ് വെൽ ആസ് ദി അക്കൗണ്ട്സ് വിത്ത് ഗവൺമെന്റ് ഓഫ് അതർ കൺട്രീസ് ഈസ് നോൺ ആസ് ദി അക്കൗണ്ട് കറണ്ട്. ആർട്ടിക്കിൾ 16 within bracket 7 അതിന്റെ നോട്ട് ഫസ്റ്റ് ലൈൻ. അടുത്ത് ആനുവൽ ഫിനാൻസ് അക്കൗണ്ട്സിനെ കുറിച്ച് ആർട്ടിക്കിൾ നമ്പർ 17 പറയുന്നത്. ആനുവൽ ഫിനാൻസ് അക്കൗണ്ട്സിനെ കുറിച്ച് ആർട്ടിക്കിൾ നമ്പർ 17 പറയുന്നത്. അതിൽ ഒരു ചോദ്യം ഇങ്ങനെയാണ്. ആർട്ടിക്കിൾ നമ്പർ 17 വന്നിട്ടുള്ള
ഒരു ചോദ്യം. ദി ആനുവൽ ഫിനാൻസ് അക്കൗണ്ട്സ് ഓഫ് ദി സ്റ്റേറ്റ് ആർ പ്രിപ്പയർഡ് ബൈ ഡാഷ്. ദി ആനുവൽ ഫിനാൻസ് അക്കൗണ്ട്സ് ഓഫ് ദി സ്റ്റേറ്റ് ആർ പ്രിപ്പയർഡ് ബൈ അക്കൗണ്ടന്റ് ജനറൽ. ഇത് പുസ്തകം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലോർത്തിരുന്നാൽ മതി. എന്താണ് ആനുവൽ ഫിനാൻസ് അക്കൗണ്ട്സ് ഓഫ് ദി സ്റ്റേറ്റ് ആർ പ്രിപ്പയർഡ് ബൈ അക്കൗണ്ടന്റ് ജനറൽ. ആനുവൽ ഫിനാൻസ് അക്കൗണ്ട്സ് ഓഫ് ദി സ്റ്റേറ്റ് ആർ പ്രിപ്പയർഡ് ബൈ അക്കൗണ്ടന്റ് ജനറൽ. അടുത്തൊരു ചോദ്യം. ദി അക്കൗണ്ട്സ് incorporating the total transaction of government is dash. The accounts incorporating the total transactions of government is dash. Finance accounts. അപ്പോൾ ഈ പറഞ്ഞ സെൻറ്റൻസുകൾ എല്ലാം തന്നെ പുസ്തകത്തിൽ കാണണമെന്നില്ല. കാരണം മോഡിഫിക്കേഷൻസ് ഒത്തിരി വന്നിട്ടുണ്ട്. പക്ഷേ പുസ്തകത്തിൽ പുതിയ എഡിഷൻ ആണെങ്കിൽ പോലും മാറ്റങ്ങൾ വന്നിട്ടില്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ പുസ്തകത്തിൽ കാണാൻ സാധ്യതയില്ല. പുസ്തകത്തിൽ കാണുന്ന സെൻറ്റൻസുകൾ നിങ്ങൾ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുകയും വീണ്ടും ആവർത്തിച്ച് വായിക്കുകയും ഇല്ലാത്ത സെൻറ്റൻസുകൾ വേറെ എവിടെയെങ്കിലും എഴുതി വെച്ച് പഠിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ മാർക്ക് ചെയ്ത കാര്യങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് മായ്ച്ചു കളയുകയും വേണം. അടുത്ത് ആർട്ടിക്കിൾ നമ്പർ 18. ആർട്ടിക്കിൾ നമ്പർ 18 എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഒന്നല്ല 2-3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഹെഡിങ് തന്നെ ഒരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. Which article of Kerala Account Code deal with the combined finance and revenue accounts of the central and state governments? Article number 18. And the heading is another. Which article of Kerala Account Code deal with the combined finance and revenue accounts of the central and state governments? Article number 18. അതിലെ ഫസ്റ്റ് സെന്റൻസിൽ അടുത്തൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഇതാണ്. It is the duty of C&AG of India to prepare dash general financial statements incorporating a summary of the accounts of the union and the states. It is the duty of C&AG of India to prepare annually general financial statements incorporating a summary of the accounts of the union and the state. ഇത് ആ ഫസ്റ്റ് സെൻറ്റൻസിൽ കാണാം. ഈ സെൻറ്റൻസൊക്കെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിരിക്കുക, ഇടയ്ക്കൊന്ന് വായിച്ചു നോക്കണം. അടുത്ത് അതിന് തന്നെ വേറെ രീതി വന്നിട്ടുണ്ട്. അതേ സെൻറ്റൻസ് തന്നെ വേറെ രീതി വന്നത്. ദി കമ്പൈൻഡ് ഫിനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സ് ഓഫ് ദി യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആർ പ്രിപ്പയർഡ് ബൈ ദ ഡാഷ് C&AG, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. The combined finance and revenue accounts of the union and state governments are prepared by the Comptroller and Auditor General. The combined finance and revenue accounts of the union and state governments are prepared by the Comptroller and Auditor General. അടുത്തൊരു ചോദ്യം. General financial statement presents the transaction of governments dash. General financial statement presents the transaction of governments of states, union and union territory. Very good. General financial statement presents the transaction of governments of states, union and union territories. അടുത്ത ചോദ്യം. Comparison of the receipt or expenditure of any activity of several governments can be derived in dash. Very good. Comparison of the receipt and expenditure of any activity of several governments can be derived in general financial statements. General financial statements. Very good. Comparison of the receipt or expenditure of any activity of several governments can be derived in general financial statements. ഇതും ആർട്ടിക്കിൾ 18 നിന്ന് വന്നതാണ്. അപ്പോൾ ആർട്ടിക്കിൾ 18 നിന്നും 3-4 ചോദ്യങ്ങൾ പല പ്രാവശ്യങ്ങളായിട്ട് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആർട്ടിക്കിൾ 18 ഇടയ്ക്കിടയ്ക്കൊന്ന് വായിച്ചു നോക്കണം എന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെയാണ് ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 19 പെർഫോമ അക്കൗണ്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. പെർഫോമ അക്കൗണ്ട്സിൻ്റെ മലയാളം അറിയാമോ? നിദർശന രൂപ അക്കൗണ്ടുകൾ എന്നാണ്. അതായത് ഇപ്പോൾ കേരളത്തിലെ എഴുത്തു ഭാഷയെല്ലാം മലയാളത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രൊഫോമ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പ്രൊഫോമ അക്കൗണ്ട്സിൻ്റെ മലയാളം എന്ന് പറയുന്നത് നിദർശന രൂപ അക്കൗണ്ടുകൾ എന്നാണ്. ആർട്ടിക്കിൾ 19 ആർട്ടിക്കിൾ 19 പ്രൊഫോമ അക്കൗണ്ട്സിനെ കുറിച്ച് പറയുന്നത്.
ഇത് സർക്കാർ അക്കൗണ്ടിന്റെ ഭാഗമല്ല. പ്രൊഫോമ അക്കൗണ്ട് എന്ന് പറയുന്നത് സർക്കാർ അക്കൗണ്ടിന്റെ ഭാഗമല്ല. പ്രൊഫോമ അക്കൗണ്ട്സ് തയ്യാറാക്കുന്ന ആരെന്നറിയാമോ? കൊമേഴ്സ്യൽ വകുപ്പാണ് പ്രൊഫോമ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത്. പ്രൊഫോമ അക്കൗണ്ട്സ് സർക്കാരിന്റെ ഭാഗമല്ല. ഇത് തയ്യാറാക്കുന്നത് കൊമേഴ്സ്യൽ അക്കൗണ്ടുകാരാണ്. വകുപ്പുകളുടെ പെർഫോമ അക്കൗണ്ടുകൾ തയ്യാറാക്കി സൂക്ഷിക്കുന്നത് ബന്ധപ്പെട്ട വകുപ്പുകളാണ്. ഓരോ വകുപ്പിൻ്റെയും പെർഫോമ അക്കൗണ്ട് തയ്യാറാക്കുന്നത്, ഇപ്പോൾ വനം വകുപ്പിൻ്റെ പെർഫോമ അക്കൗണ്ട് തയ്യാറാക്കുന്നത് വനം വകുപ്പാണ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർഫോമ അക്കൗണ്ട് തയ്യാറാക്കുന്നത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ വകുപ്പുകാരും അവരവരുടെ പെർഫോമ അക്കൗണ്ട്സ് തയ്യാറാക്കി സൂക്ഷിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 19 ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നത്. ആർട്ടിക്കിൾ 19 നിങ്ങൾ വിശദമായിട്ട് വായിച്ചു നോക്കണം. അതിൽ നിന്ന് വന്ന ചില ചോദ്യങ്ങളിൽ നിന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളാണ് പറയുന്നത്. പരീക്ഷയ്ക്ക് വന്നത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. പല 2013 മുതലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യനെ ബേസ് ചെയ്താണ് ഈ ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഇതേ ചോദ്യം തന്നെ വരണമെന്നില്ല. ചിലപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സെൻറ്റൻസും പരീക്ഷയ്ക്ക് വന്നെന്നിരിക്കാം. അതുകൊണ്ട് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് നോക്കി പോകുന്നത് വളരെ നന്നായിരിക്കും. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതുപോലെ തന്നെ ഓരോ പ്രാവശ്യം നിങ്ങൾ പ്രോഗ്രാം കാണുമ്പോഴും അത് ലൈക്ക് കൂടെ ചെയ്യുന്നത് എനിക്കൊരു ഉത്സാഹം തരുന്ന ഒരു പ്രവർത്തനമാണ്. അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾ പലരും ഇപ്പോൾ എഴുതുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ അടുത്ത പരീക്ഷ എഴുതുന്നവരുണ്ടാവാം. അവർക്കും ഈ ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. പരീക്ഷയ്ക്ക് മാത്രമല്ല, ഔദ്യോഗിക കാര്യങ്ങളിൽ പലപ്പോഴും ഇതുപോലുള്ള സംശയങ്ങളും ഇതെവിടെ കിടക്കുന്നു. ഇപ്പോൾ പെർഫോമ അക്കൗണ്ട്സ് ഇന്ന് പലപ്പോഴും നിങ്ങൾ പരീക്ഷ കഴിഞ്ഞിട്ടും പല ആവശ്യങ്ങൾക്ക് നിങ്ങൾ കേട്ടിരുന്നിരിക്കാം. അപ്പോൾ പെർഫോമ അക്കൗണ്ട്സ് എവിടെ നോക്കണം എന്ന് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത് അക്കൗണ്ട് കോഡ് വോളിയം ഫസ്റ്റിലുണ്ട്, ആർട്ടിക്കിൾ നമ്പർ 19 ആണ് പെർഫോമ അക്കൗണ്ട്സ് എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ പരീക്ഷ എഴുതുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവൂ ജീവിതത്തിൽ. പരീക്ഷയ്ക്കല്ല, ജീവിതത്തിൽ. പരീക്ഷയ്ക്ക് പ്രയോജനം വരണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ മെയിൻ സെൻറ്റൻസുകൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണമെന്നതിന് വേണ്ടി പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യണം. ആവശ്യം കഴിയുമ്പോൾ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് തന്നെ അത് മായ്ച്ചു കളയുകയും വേണം. ഇതൊരിക്കലും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമായിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ പരീക്ഷയ്ക്ക് പഠിക്കരുത്. ഏറ്റവും സിമ്പിളായ ഒരു വിഷയമാണ് എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടുകൂടെ മാത്രമേ ഇത് പരീക്ഷ അറ്റൻഡ് ചെയ്യാവൂ. അതായത് ഞാൻ അക്കൗണ്ട് ബോർഡ് പരീക്ഷ വിജയിച്ചിരിക്കുന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ മനസ്സിൽ ഉറച്ചിരിക്കണം. ഐ ക്യാൻ, എനിക്ക് കഴിയും, ഞാൻ വിജയിച്ചു, എനിക്ക് വിജയം നേടുന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു എന്ന് ഓരോ ദിവസവും നിങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പും അതിനുശേഷവും പറഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരു ബലം മനസ്സിലുണ്ടാവണം. നിങ്ങൾക്ക് ഭാവിയിലും എപ്പോഴും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അടുത്ത ആർട്ടിക്കിൾ 19 ബേസ് ചെയ്തുള്ള ചില ചോദ്യങ്ങളാണ്. പെർഫോമ അക്കൗണ്ട്സിനെ ബേസ് ചെയ്തുള്ള പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ ഒന്നതാണ്. Which of the following department maintain performa accounts in Kerala? Which of the following departments maintain performa accounts in Kerala? Public Health Departments, Education Department, Revenue Departments, Textbook Department. പെർഫോമ അക്കൗണ്ട് കേരളത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്ക് ഡിപ്പാർട്ട്മെന്റ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻ പെർഫോമ അക്കൗണ്ട്സ് ഇൻ കേരള? ടെക്സ്റ്റ് ബുക്ക് ഡിപ്പാർട്ട്മെന്റ്. അടുത്ത ചോദ്യം അതിന്റെ സെക്കൻഡ് പാരയിൽ വന്നിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 19 സെക്കൻഡ് പാരയിൽ നിങ്ങൾ നോക്കിയാൽ കാണും. പെർഫോമ അക്കൗണ്ട്സ് ആർ മെയിൻറ്റൈൻഡ് ഫോർ ഡാഷ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ കേരള. പെർഫോമ അക്കൗണ്ട്സ് ആർ മെയിൻറ്റൈൻഡ് ഫോർ കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റ് ഇൻ കേരള. പരീക്ഷയ്ക്ക് വന്നതാണ്. പെർഫോമ അക്കൗണ്ട്സ് ആർ മെയിൻറ്റൈൻഡ് ഫോർ കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ കേരള. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. These accounts are maintained by the departmental authorities themselves in such form as may be agreed upon between the Comptroller and Auditor General and the government concerned. Which accounts? Very good. These accounts are maintained by the departmental authorities themselves in such form as may be agreed upon between the Comptroller and Auditor General and the governments concerned. Which accounts? പുസ്തകത്തിൽ എവിടെ കിടക്കുന്നത് കണ്ടുപിടിച്ചോ നിങ്ങൾ? ആർട്ടിക്കിൾ 19 ഒരിക്കലും വായിച്ചു തരാം. These accounts are maintained by the departmental authorities themselves in such form as may be agreed upon between the Comptroller and Auditor General and the government's residential building
of the government concerned which accounts. Answer pro forma accounts. ഇത് ആർട്ടിക്കിൾ 19 ഫസ്റ്റ് പാരയുടെ ലാസ്റ്റിൽ കാണും. ഫസ്റ്റ് പാരയുടെ ലാസ്റ്റിലുള്ളതാണ്. These accounts are maintained by the departmental authorities themselves in such form as may be agreed upon between the comptroller and auditor general and the government concerned which accounts. Pro forma accounts. അടുത്ത ചോദ്യം. Certain pro forma accounts relating to irrigation, navigation and drainage projects and government residential buildings are required to be prepared by dash civil account officers. Certain pro forma accounts relating to irrigation, navigation and drainage projects and government residential buildings are required to be prepared by civil account officers. ഇറിഗേഷൻ്റെ നാവിഗേഷൻ്റെയൊക്കെ പെർഫോമ അക്കൗണ്ട്സ് തയ്യാറാക്കുന്ന ആരാണ്? സിവിൽ അക്കൗണ്ട് ഓഫീസേഴ്സ് ആണ്. ഇറിഗേഷൻ, നാവിഗേഷൻ, ഡ്രെയിനേജ് പ്രോജക്ട്സ്, ഗവൺമെൻറ് റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ഇവയുടെയൊക്കെ പെർഫോമ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത് സിവിൽ അക്കൗണ്ട് ഓഫീസേഴ്സ് ആണ്. അടുത്ത ചോദ്യം. Proforma accounts are prepared for dash departments in Kerala. Proforma accounts are prepared for government undertakings having commercial character departments in Kerala. Proforma accounts are prepared for government undertakings having commercial character departments in Kerala. അടുത്ത ചോദ്യം. In the state of Kerala, pro forma accounts are maintained outside the regular government accounts for the following commercial departments except one, which is that. In the state of Kerala, pro forma accounts are maintained outside the regular government accounts for the following commercial department except one, which is that. Medical Education Department. That is Medical Education Department. In the state of Kerala, pro forma accounts are maintained outside the regular government accounts for the following commercial departments except one, which is that Medical Education Department. അടുത്ത ചോദ്യം. Dash is a commercial department of the government of Kerala. Dash is a commercial department of the government of Kerala. State Water Transport Departmentum ടെക്സ്റ്റ് ബുക്ക് ഡിപ്പാർട്ട്മെൻറ്റാണ്. സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റും ടെക്സ്റ്റ് ബുക്ക് ഡിപ്പാർട്ട്മെൻറ്റാണ് കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് കേരള. കേരള ഗവൺമെൻറ്റിൻ്റെ കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റും ടെക്സ്റ്റ് ബുക്ക് ഡിപ്പാർട്ട്മെൻറ്റാണ്. അടുത്ത വേറൊരു സംഭവമാണ് ആർട്ടിക്കിൾ നമ്പർ 20. ആർട്ടിക്കിൾ നമ്പർ 20 ജേണൽ ആൻഡ് ലെഡ്ജർ. ജേണൽ ആൻഡ് ലെഡ്ജറിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ നമ്പർ 20. അതായത് ജേണൽ ആൻഡ് ലെഡ്ജറിൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നാൾ വഴിയും പേരേടും എന്നാണ് അതിന് പറയുന്നത്. നാൾ വഴിയും പേരേടും ആണ് ജേണൽ ആൻഡ് ലെഡ്ജറിൻ്റെ മലയാളം. അതിൽ ഈ ഗവൺമെൻറ് അക്കൗണ്ട് ക്യാഷ് അടിസ്ഥാനത്തിലായാലും അവ സിംഗിൾ എൻട്രിയിലാണ് പരിപാലിച്ച് സൂക്ഷിക്കുന്നത്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ് ഗവൺമെൻറ് അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നത്. അതിന് കാരണം എന്താണ്? അത് ഗവൺമെൻറ് അക്കൗണ്ടല്ല, ക്യാഷ് അടിസ്ഥാനത്തിലാണ്. അടുത്ത് ഇതിൽ നിന്ന് വന്ന ചോദ്യങ്ങളെ കുറിച്ച് നോക്കാം. എ സെറ്റ് ഓഫ് ടെക്നിക്കൽ അക്കൗണ്ട്സ്, ദി പർപ്പസ് ഓഫ് ഇറ്റ് ഈസ് ടു ബ്രിങ് ഔട്ട് ബൈ എ സയന്റിഫിക് മെത്തേഡ് ഓഫ് ബാലൻസസ് of accounts in regard to which government act as which is incorrect. Answer middleman. Article 20 ഇതുണ്ട്. A set of technical accounts, the purpose of it is to bring out by a scientific method of balances of accounts in regard to which government act as which is incorrect. Middleman. Journal and ledger for transactions of a state government is maintained by dash. Journal and ledger for transactions of state government is maintained by Accountant General. State government journal and ledger maintain ചെയ്യുന്നതാണ് AG, Accountant General. Which of the following is not true in respect of government accounting system? ഗവൺമെൻറ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ശരിയല്ലാത്തത് ഏതാണ്? സിംഗിൾ എൻട്രി സിസ്റ്റം ശരിയാണ്. ക്യാഷ് ബേസ്ഡ് സിസ്റ്റം ശരിയാണ്.
മണി ടു ബി ഗിവൺ ആൻഡ് റിസീവ്ഡ് അറ്റ് ദി ക്ലോസ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ ആർ നോട്ട് അക്കൗണ്ടഡ്. അതും ശരിയാണ്. ശരിയല്ലാത്തത് ഏതാണ്? ഇൻവേരിയബിളി ഇൻ ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ശരിയല്ല. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഇൻ റെസ്പെക്ട് ഓഫ് ഗവൺമെന്റ് അക്കൗണ്ടിങ് സിസ്റ്റം? ഗവൺമെന്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ഡബിൾ എൻട്രി സിസ്റ്റം ഇല്ല. Which of the following is not true in respect of government accounting system? Invariably in double entry system. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായപ്പോൾ അക്കൗണ്ട് കോഡ് വോളിയം ഫസ്റ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ പൂർത്തീകരിക്കുകയാണ്. രണ്ട് അധ്യായങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇതിന് തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ ബാക്കി അധ്യായങ്ങളും ഉണ്ടായിരിക്കും. പിന്നെ ഫിനാൻഷ്യൽ കോഡിൻ്റെ എപ്പിസോഡുകൾ പൂർത്തിയായി കഴിഞ്ഞു. ട്രഷറി കോഡിൻ്റെ പൂർത്തിയായി കഴിഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് അലക്സ് ബോസ്കോ എന്നാണ്. ഞാൻ 1999 മുതൽ ഡിപ്പാർട്ട്മെൻറ്റ് രജിസ്റ്റർ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തു വരുന്നു. ഇപ്പോൾ സർവീസ് റൂൾസിൻ്റെ എല്ലാം ഓൺലൈൻ ക്ലാസ്സുകളാണ് എടുക്കുന്നത്. താങ്ക് യു വെരി മച്ച്.